ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. തിരുവചനം പാടിയിടൂ, ഹല്ലേലൂയ, പാടിയിടൂ, ഹല്ലേലൂയ. കാലിനു ദീപമേകുമത്, പാതയ്ക്കൊളി നൽകുമത്, കാലാന്തരങ്ങളെ പ്രഭ ചൊരിയും ദീപസ്തംഭമത്. മാധുര്യം തിരുവചനം തെളിവു സോദരരെ, പാടിയിടൂ, ഹല്ലേലൂയ, പാടിയിടൂ, ഹല്ലേലൂയ. തിരുവചനം എന്ന ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ തോമസ് ഡാനിയൽ, മാറ്റാമ്പുറം, തൃശൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 11 വാക്യം നമുക്ക് വായിക്കാം. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി, അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. ഈ വാക്യത്തിന്റെ സന്ദർഭം നമുക്ക് വളരെ പരിചയമുള്ളതാണ്. യാക്കോബിന് വാർദ്ധക്യത്തിലുണ്ടായ മകനാണ് യോസേഫ്. അതുകൊണ്ട് തന്നെ എല്ലാ മക്കളിലും വെച്ച് അപ്പൻ ഏറ്റവും അധികം യോസേഫിനെ സ്നേഹിച്ചിരുന്നു. അത് പക്ഷേ സഹോദരന്മാരായവർക്ക് ഇഷ്ടപ്പെട്ടില്ല. സഹോദരന്മാർ അവനെ പകച്ചു, അധികം പകച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യോസേഫ് കണ്ട സ്വപ്നം തന്റെ സഹോദരന്മാരോട് അറിയിച്ചപ്പോൾ അവർ അവനെ വീണ്ടും പകയ്ക്കുകയും അതുപോലെ തന്നെ യോസേഫിന്റെ സഹോദരന്മാർ അവനെ ദ്വേഷിക്കുകയും അസൂയപ്പെടുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. പക്ഷേ ഈ സഹോദരന്മാർ അവനോട് അസൂയ തോന്നിയപ്പോൾ അപ്പൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ, അവൻ പറഞ്ഞ വാക്കുകളെല്ലാം മനസ്സിൽ സംഗ്രഹിച്ചു എന്നുള്ളതാണ്, അഥവാ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളത്. മനസ്സിൽ സംഗ്രഹിച്ചു എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഭാഷാന്തരം ചെയ്തിരിക്കുന്നത് കെപ്റ്റ് ഇൻ മൈൻഡ്. മനസ്സിൽ ആ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചു. സംഗ്രഹിക്കുക എന്ന പദത്തിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റു പല പദങ്ങളും തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിക്ഷേപം, സൂക്ഷിക്കുക, കാത്തുകൊള്ളുക, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഈ സംഗ്രഹിക്കുക എന്ന വാക്കിനോട് യോജിക്കുന്നതാണ്. ഭാവിയിലേക്കുള്ള മുൻകരുതലാണ് സൂക്ഷിക്കുന്നതിന്റെ ഉദ്ദേശം. സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്യവും അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. യോസേഫ് താൻ കണ്ട സ്വപ്നം അപ്പനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പം അവരുടെ കുടുംബത്തിൽ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളായിരുന്നു അതെല്ലാം. പിതാവായ യാക്കോബിന് അത് ബോധ്യമായി. അതുകൊണ്ട് അത് മനസ്സിൽ അത് സൂക്ഷിച്ചു വെക്കുന്നതിന് യാക്കോബിന് കഴിഞ്ഞു. അതേസമയം അവന്റെ സഹോദരന്മാർക്ക് അത് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവനെ പകയ്ക്കുകയും ദ്വേഷിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നു. ഒരു ദൈവപൈതൽ എന്ന നിലയിൽ നാം എന്താണ് സംഗ്രഹിക്കുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പാടില്ലാത്തത് ചിലത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഇയ്യോബിന്റെ പുസ്തകം 36 അധ്യായം 13 വാക്യം. ദുഷ്ടമാനസന്മാർ കോപം സംഗ്രഹിച്ചു വെക്കുന്നു, അവൻ അവരെ ബന്ധിക്കുമ്പോൾ അവർ രക്ഷയ്ക്കായി വിളിക്കുന്നില്ല. ഇവിടെ നമ്മൾ വായിച്ചത് ദുഷ്ടമാനസന്മാർ കോപം സംഗ്രഹിച്ചു വെക്കുന്നു. കോപം സംഗ്രഹിച്ചു വെക്കുന്ന ഒരു കൂട്ടരെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഇന്ന് നമ്മുടെ ഇടയിലും ദൈവജനത്തിന്റെ ഇടയിലും നമുക്കിങ്ങനെ കാണാനായിട്ട് കഴിയും. കോപം, ക്രോധം, ദുശാഠ്യം, ദ്വന്ദ്പക്ഷം, അസൂയ, പിണക്കം, കൊലപാതകം, ജാരശങ്ക തുടങ്ങിയ ജഡത്തിൻ്റെതായ പ്രവൃത്തികൾ, അഥവാ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം ചെയ്തുകൊണ്ടിരുന്ന സകല പ്രവൃത്തികളും ഉപേക്ഷിച്ചിട്ട് ഇതൊക്കെ മാറ്റി ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ മക്കളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത്. കോപം ജഡത്തിന്റെ പ്രവൃത്തിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇന്നും നമ്മളിൽ പലരോടുമുള്ള കോപം കൊണ്ടു നടക്കുന്നു എന്നുള്ളത് ഒരു വേദനാജനകമായ കാര്യമാണ്. കോപം വലിയ അപകടം വരുത്തി വെക്കുന്ന ഒന്നാണ്. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കണം എന്ന് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തില് ദാവീദിനോട് ശൗല് കോപിച്ചതായിട്ട് കാണുന്നുണ്ട്. 1 ശമൂവേൽ 18 അധ്യായം 8 വാക്യത്തിൽ നമ്മളിത് വായിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു, ഈ വാക്ക് അവന് അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 തന്നുള്ളൂ. ഇനി രാജ്യത്വമല്ലാതെ അവന് കിട്ടുവാനായിട്ട് എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് സ്ത്രീകൾ വാദ്യഘോഷത്തോടുകൂടി ഗാനപ്രതിഗാനമായി പാടിയത് ശൗല് കേട്ടപ്പോൾ ശൗലിന് ദാവീദിനോടുണ്ടായ ഒരു വികാരമാണ് നമ്മളുടെ വായിച്ചത്. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ആ കോപം ശൗല് മരണം വരെയും കൊണ്ടു നടന്നു എന്നുള്ളതാണ്. നമ്മൾ ദാവീദിന്റെയും ശൗലിന്റെയും ജീവിതം ചേർത്ത് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശൗലിന്റെ ഗൃഹം ക്ഷയിച്ചു വന്നു, ദാവീദിന്റെ ഗൃഹം മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ച് വന്നു. അതുപോലെ തന്നെ
യോസേഫിന്റെ ചരിത്രം പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സഹോദരങ്ങൾ കോപിച്ചു എന്ന് എഴുതിയതായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിലും കോപത്തിൽ നിന്നും ഉളവായ പ്രവൃത്തികൾ പ്രകടമായിരുന്നു. അസൂയ, പക തുടങ്ങി അത് കൊലപാതകം വരെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. യോസേഫിനെ മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റപ്പോൾ തന്നെ ഒരു സഹോദരൻ ഇനി അവർക്കില്ല എന്ന് അവർ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട്. അപ്പനോട് പറഞ്ഞത് കാട്ടുമൃഗം കടിച്ച് കീറി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പനത് വിശ്വസിക്കത്തക്ക നിലയിലാണ് അവരതങ്ങനെ പറഞ്ഞത്. പിന്നീട് ദീർഘവർഷങ്ങൾക്ക് ശേഷം യോസേഫിന്റെ അടുക്കൽ അവർ ചെല്ലേണ്ട സാഹചര്യം ഉണ്ടായി. പക്ഷെ യോസേഫാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടില്ല, അവർക്കത് മനസ്സിലായില്ല. എന്നാൽ യോസേഫിന് സഹോദരന്മാരെ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ യോസേഫ് ഇവരെ മറന്നില്ല, ഇവരെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. അത് അവരോടുള്ള പകയായിരുന്നില്ല, അല്ലെങ്കിൽ കോപമായിരുന്നില്ല, അവരോടുള്ള സ്നേഹമായിരുന്നു. കോപം മൂലം സഹോദരങ്ങൾ യോസേഫിനെ മറന്നു. അപ്പോൾ യോസേഫിനോട് പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഒരു സഹോദരൻ ഇല്ല എന്നാ പറഞ്ഞത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായിട്ടും അവർ ഉപേക്ഷിക്കുന്ന വിധത്തിൽ, ഇനിയൊരു സഹോദരൻ അങ്ങനെ ഇല്ല എന്ന് ചിന്തിക്കത്തക്ക വിധത്തിലേക്ക് കോപം അവരെ നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, കോപം വരുത്തി വയ്ക്കുന്ന വിന അല്ലെങ്കിൽ അതുമൂലം നാം ചെയ്യുന്ന പാപത്തിന്റെ ആഴം വളരെ വലുതാണ് എന്നൊരു കാര്യം നാം മനസ്സിലാക്കണം. മറ്റൊരുവനെ ഒടുക്കിക്കളയുവാനായിട്ട് കോപം കാരണമായിട്ട് തീരും എന്നതുകൊണ്ട് ഹൃദയത്തിൽ കോപം സംഗ്രഹിച്ച് നാം മുമ്പോട്ടുള്ള ജീവിതം നയിക്കാതെ സമാധാനമുള്ള, കോപം ഉപേക്ഷിക്കപ്പെട്ട ജീവിതത്തിനുടമകളായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.